ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. വിഷു അല്ലേ, അപ്പൊ ഒരു വിഷു സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പൊ നമുക്ക് താമസിയാതെ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാൻ ബോഡി ഷോപ്പിന്റെ ബോൺ ലിപി ലിപ് ബാം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്ഥിരം പ്രോഡക്റ്റ് ആണിത്. സ്ട്രോബെറി ഫ്ലേവർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ മിനിമലിസ്റ്റിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഇമോലിന്റെ മോയ്സ്ചറൈസർ ആണ്, തീർന്നു പോയി കേട്ടോ. ഫസ്റ്റ് ഞാൻ ഡോട്ട് ആയിട്ട് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ അല്ല, ആക്ച്വലി ഞാൻ മേബിലിൻ്റെ ഫിറ്റ് മീ ഫ്രഷ് ടിൻറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു നാച്ചുറൽ ഫിനിഷിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിൻറ്റ് സെലക്ട് ചെയ്തത്. എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഞാൻ ഡോട്ടായിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുകയാണ്. നാച്ചുറൽ ഫിനിഷ് മതി, അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ പാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് ലിക്വിഡ് കൺസീലർ വെച്ചിട്ട് എൻ്റെ അണ്ടർ ഡാർക്ക് സർക്കിൾസും എവിടേക്കാണോ എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത് അവിടെ ഒന്ന് കൺസീൽ ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കൺസീലർ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഹൈ കവറേജ് തരുന്ന ഒരു കൺസീലറാണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കൺസീൽ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഞാൻ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് നതാഷ ഡിനോണയുടെ മെട്രോപോളിസ് പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. ഐലിഡ്സ് ഫുൾ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഐലിഡ്സിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ക്രീസിൽ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഷാർപ്പായിട്ടുള്ള എഡ്ജസ്, ഹാർഷ് എഡ്ജസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് പെൻസ് എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഷിമ്മർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഐലിഡ്സിന്റെ ആ ഒരു നടുക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാജൽ അപ്ലൈ ചെയ്യാണ്. കാജലിന് വേണ്ടി ഞാൻ പ്ലമ്മിന്റെ നേച്ചർ സ്റ്റുഡിയോ ഓൾ ഡേ വെയർ കോൾ കാജലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ലോവർ ലാഷ് ലൈനിൽ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള കോൾ പെൻസിൽസിൽ സ്മഡ്ജ് ആവുന്നില്ല എന്ന് തോന്നിയിട്ടുള്ളത്. എനിക്ക് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്ലമ്മിന്റെ കോൾ പെൻസിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ലൈൻ കൂടെ ചെയ്തു കൊടുക്കുകയാണ് ഞാൻ. ഇനി ഞാൻ ജസ്റ്റ് അപ്പർ ലാഷ് ലൈനിൽ ഈ ഒരു കോൾ പെൻസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ടൊരു സ്മോക്ക് ചെയ്യ പോലെയല്ല, ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്, ഒന്ന് സ്മോക്ക് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈനും അപ്ലൈ ചെയ്തു. ഇനി ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ ലെജിറ്റ് ലാഷസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ വോളിയം സൈഡാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോൺസർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷനലിൻ്റെ ബ്രോൺസറാണ് യൂസ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എത്രയോ നാൾ കാത്തിരുന്ന് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് ആണിത്. കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് എൻ്റെ ബാക്ക് ഓഫ് ദ ഹാൻഡ് അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചീക്ക് ബോൺസും നോസും ഫോർഹെഡും ജോലൈനും ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട്. ഡയറക്റ്റ് ബ്രഷിൽ നിന്ന് തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിരിക്കും. അതായത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒത്തിരി പ്രോഡക്റ്റ് ആയി പോകും ചിലപ്പോൾ ഫേസിൽ. അതിനേക്കാളും നമ്മൾ ബാക്ക് ഓഫ് ദ ഹാൻഡ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കൺട്രോൾഡ് ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. നിയർലി ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ബെറി ഷെയ്ഡാണ് കേട്ടോ. ഡസ്കി സ്കിൻ ടോൺകാർക്ക് ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ ബെറി ഷെയ്ഡാണ്. ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ട് ബാക്ക് ഓഫ് ദ ഹാൻഡ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. കൈയുടെ പുറകിൽ ബാക്ക് ഓഫ് ദ ഹാൻഡ് അപ്ലൈ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ടോ.
കൈ വെച്ചൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഷാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് ഫ്ലോലെസ് ഫിനിഷ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ടീ സോൺ മാത്രം ഒന്ന് പൗഡർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ അണ്ടർ ഐസിൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തെടുത്തും. ഓക്കെ, അപ്പം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അതിനു മുന്നേ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത ആ ഒരു ലിപ് ബാം ഒന്ന് തുടയ്ക്കുകയാണ്. ഇനി ഞാനൊരു ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു നോർമൽ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് നൈക്കയുടെ ആർട്ടിസണൽ കോഫി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു. ഇനി ഒന്ന് പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ ഒന്ന് ചീവിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.